ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 723 വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസ്സൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള ഏറ്റുമാനൂരിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ്. ഏറ്റുമാനൂർ പട്ടിത്താനം എം സി റോഡിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു 1 ഏക്കർ 87 സെൻറ്റ് സ്ഥലമാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. കൂടെ ബെല്ലൈക്കണും ഞെക്കുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ കരങ്ങളിൽ ലഭിക്കുന്നതാണ്. കൂടാതെ പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങുവാനും ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഹോം ലോൺ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. 1 ഏക്കർ 87 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. നമ്മൾ ആ പ്രോപ്പർട്ടിയിലെ ഓരോ കാഴ്ചകൾ, ഇലക്ട്രിസിറ്റി ലൈൻ വരെ എടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 വലിയ പാറക്കുളമുണ്ട്. അതിനകത്ത് ഒന്നിൽ ധാരാളം മീനിനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി മീനുകളാണുള്ളത്. ഇതുവരെയായിട്ട് ഹാർവെസ്റ്റ് ചെയ്തിട്ടില്ല. വർഷങ്ങളായി അതിൽ മീനിനെ വളർത്താൻ തുടങ്ങിയിട്ട്. കൂടാതെ പ്ലാവ്, ആഞ്ഞിലി, ഒട്ടനവധി മാവ്, അതുപോലെ തന്നെ പുളിമരങ്ങൾ എല്ലാം കായ്ക്കുന്നതൊക്കെയാണ്. അതുകൊണ്ട് ചെറിയൊരു അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വിളവെടുപ്പ് നമുക്കതിൽ നടക്കും. കൂടാതെ റബ്ബർ മരങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞ പുളിമരം ഇതാണ്. ഇതിൽ നിന്ന് ധാരാളം കായ്കൾ ലഭിക്കുന്ന ഒരു പുളിമരമാണ്. വാളംപുളി, മീൻ കറിക്കകത്തൊക്കെ ഇടുന്ന നല്ല കുടംപുളി, വാളംപുളിയല്ല കുടംപുളി അല്ലേ? എനിക്ക് തെറ്റിയില്ലെന്ന് കരുതുന്നു. ഓക്കെ, എന്നാൽ നമുക്കൊരു ചോദ്യം തന്നെ അയക്കാം. ഈ മരത്തിൽ നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഈ പുളിമരത്തിൻ്റെ പേരെന്താണ്? ഈ പുളിയുടെ പേരെന്താണ്? ചിലർ പല പേരുകളായിരിക്കും പറയുന്നത്. എന്നാൽ ഈ ഒരു മരത്തിൽ നിന്ന് ലഭിക്കുന്ന പുളിയുടെ പേരെന്താണെന്ന് പറയണം. ഒരിക്കൽ കൂടി ഞാൻ ആ മരം കാണിക്കാം, കറങ്ങി തിരിഞ്ഞ് വരട്ടെ. ഓക്കെ, അപ്പം ഇനി എനിക്ക് എന്താ പറയാനുള്ളത് നിങ്ങളോട്? ഇത് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഏറ്റുമാനൂർ എം സി റോഡിൽ നിന്നുള്ള ദൂരം. ഏറ്റുമാനൂർ ടൗണിലേക്ക് 4 കിലോമീറ്റർ മാത്രമാണ്. 15 കിലോമീറ്റർ കോട്ടയം ടൗണും. ഞാൻ പറഞ്ഞ കുളം ഇതാണ്. ഇതിലാണ് ധാരാളം മീനുകളെയൊക്കെ വളർത്തുന്നത്. ഇതിൽ കുറച്ച് മീനുകളും മറ്റേ ആ മൂടിയിട്ടിരിക്കുന്ന കുളത്തിലാണ് ധാരാളം മീനുകളുള്ളതെന്ന് അതിൻ്റെ ഉടമയെ അറിയിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ചുറ്റും ഒക്കെ കണ്ടല്ലോ, റബ്ബർ മരങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഫാം ഹൗസിനൊക്കെ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ്. എല്ലാ വാഹനങ്ങളും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരും. ഞാൻ പറഞ്ഞതിന് കൂടാതെ ഇലക്ട്രിസിറ്റി ലൈനൊക്കെ എടുത്തിട്ടുണ്ട്. ഓൾറെഡി കറണ്ട് കണക്ഷനൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ മീൻ ഇപ്പോൾ നിലവിലുള്ള ഒരു കുളമെന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് കുളിക്കാനൊക്കെ ആവശ്യത്തിനായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു കുളം. ഓക്കെ, നമ്മൾ വാഹനങ്ങളൊക്കെ, എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുന്ന ഒരു ഇതാണ് ആ വലിയൊരു മരമെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഒരു റൂം പണിതിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയുടെ നമുക്ക് ആവശ്യമുള്ള ടൂൾസൊക്കെ കാര്യങ്ങളൊക്കെ വയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ചെറിയ റൂമും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത്, ഇതൊരു ഫേമസ് പള്ളിയാണ്. അതിൻ്റെ ഒരു ഇതാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തുനിന്ന് ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, അതുപോലെ തന്നെ ഏറ്റുമാനൂർ രജിസ്ട്രേഷൻ ഓഫീസ്, പോലീസ് സ്റ്റേഷന്, പിന്നെ ഒട്ടനവധി റെസ്റ്റോറൻറ്റുകളൊക്കെ ഇപ്പം ഏറ്റുമാനൂർ ടൗണിനോട് അനുബന്ധിച്ച് ഒത്തിരി റെസ്റ്റോറൻറ്റുകൾ, പല വിഭവങ്ങളുടെയും വെജിറ്റേറിയനായിട്ടും ഈ പറയുന്ന അറബിക് ഫുഡുകളായിട്ടും എല്ലാം വളരെ റെസ്റ്റോറൻറ്റുകളും വന്നിട്ടുണ്ട്. ഇതൊരു കൺവെൻഷൻ സെൻ്ററാണ്. ഈ പ്രോപ്പർട്ടി ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. ഗ്രാൻഡ് അറീന എന്ന് പറഞ്ഞ ഒരു വലിയ കൺവെൻഷൻ സെൻ്ററാണ്. ഫുൾ AC ഒക്കെയാണ്. വലിയൊരു ക്വാണ്ടിറ്റി ആൾക്കാർ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വില വിവരങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.